നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം ദിവ്യ ഓൺ സ്റ്റേജ്. നമസ്കാരം. നമസ്കാരം. ഇത്തവണ എന്താണാവോ? റിഫ്ലക്ഷൻ റൗണ്ടാണ്. ഡിപ്രഷനോ? റിഫ്ലക്ഷൻ. ഓ അത് ശരി. അപ്പോൾ ഡിപ്രഷൻ ഉണ്ടാക്കരുത്. വെൽ, പെർഫോമൻസ് കഴിഞ്ഞിട്ട് കാണാം. നന്നായിട്ട് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10. യോ, ഈ വീട്ടിൽ എന്തോ ലക്ഷണക്കേടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ 11 പെട്ടി നിറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാ. ഇപ്പം അതേ 10 എണ്ണേ കാണുന്നുള്ളൂ, ഒരെണ്ണം കാണുന്നില്ല. എൻ്റെ ജീവൻ്റെ ജീവനായ സാധനങ്ങളാണ് ഞാൻ അതിനകത്ത് എടുത്തു വെച്ചത്. അത് കിട്ടാഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനവുമില്ല, ഒന്നും കഴിക്കാനും പറ്റില്ല. സുധാകരേട്ടാ, ഞാൻ എവിടെയാ തരേണ്ടത്? നീ ബഹളം വെക്കാതിരിക്കെ, നമുക്കത് കണ്ടുപിടിക്കാം. അത് ഞാൻ ഇതിനകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. എന്നാൽ അത് ഇതിനകത്ത് തന്നെ കാണും. അപ്പൊ എന്റെ പെട്ടി പോയതിൽ സുധാകരേട്ടനൊരു സങ്കടമില്ലേ? ഇത് കണ്ടോ? 1 2 3. ഈ 10 നീ ഇത് 100ാമത്തെ പ്രാവശ്യമല്ലേ എണ്ണുന്നത്. ഇത്ര വിഷമിക്കാൻ കാണാതായ ആ പെട്ടിയിൽ എന്താണെന്നെങ്കിലും നിനക്ക് പറഞ്ഞൂടെ? എന്റെ കോടിക്കണക്കിന് ഉറുപ്പിക എന്താ ഉണ്ടാക്കി തരാൻ പറ്റുമോ? നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നുവെച്ചിട്ട് പോയത് പോട്ടേന്ന് ഹൃദയകുമാരിക്ക് നഷ്ടപ്പെട്ടാൽ എന്താ അല്ലേ? അങ്ങനെ ഇപ്പൊ ഞാൻ ആർക്കും താഴ്ന്നു കൊടുക്കുന്നില്ല. അതാരോ മനഃപൂർവ്വം തട്ടിയെടുത്തതാ. ഇത് തന്നെയാണോ? അയ്യോ, എന്റെ ഞാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അകത്ത് വല്ല സ്വർണോ പണോ ആണെങ്കിൽ ഇവിടെ വെച്ച് തുറക്കണ്ടെന്ന് അവളോട് പറയടാ. എന്റെ ജീവന്റെ ജീവനായ സാധനങ്ങളാ ഇതിനകത്തുള്ളത്. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. എന്റെ ജീവന്റെ ജീവനായ സാധനങ്ങളാ ഞാൻ ഇതിനകത്ത് വെച്ചത്. ഇതിന്റെ വില ആർക്കും മനസ്സിലാവില്ല, എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ലും വിളിച്ചത്. അതിനു മുമ്പ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോൾ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങി തന്ന ബ്രഷാണിത്. കൊള്ളാമോ? ദേ, എല്ലാവരും ഇത് കണ്ടോ? എൻ്റെ 3ാമത്തെ വയസ്സിൽ പിറന്നാളിനമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ. ഇതിൻ്റെ ജീവൻ്റെ ജീവന, ആർക്കും ഇത് വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിനെതിരിൽ തേൻക്ക് നിന്നൊരു മാവുണ്ടെന്ന് ഞാൻ സുധാകരേട്ടനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കരങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അതിൽ ഇച്ചിലൊരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വെത്താൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിലാകപ്പാടെ ഞാൻ ഒരു മാങ്ങിക്കേ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. കൊള്ളാമോ? പണിക്കരെ, ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങി തിന്ന്. എന്നിട്ട് ആ മാങ്ങ ഒറ്റയേറിന് തന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തിന്നുകയും ചെയ്തു. ദിവ്യ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം? പെട്ടെന്ന് എല്ലാവരും ഓർമ്മയിൽ ഉണ്ടാവും. അത് നല്ലൊരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ജഡ്ജസിനോട് ചോദിക്കാം. ശോഭനേച്ചി, ഇത് ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു റൗണ്ടാണ്. ബിക്കോസ് എനിക്ക് ഒരാളിനെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഐ തിങ്ക് നല്ല ക്രെഡിറ്റാണ് നിങ്ങൾക്ക്. പിന്നെ ഇതിൽ അതിൻ്റെ നെഗറ്റീവ്സ് പറയാം. സോ നിങ്ങൾ ഈ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലേ? പക്ഷെ അതിൻ്റെ ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം നിങ്ങളത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണാതെ ആ ടെലിവിഷൻ മോണിറ്ററെ കണ്ടു. ബിക്കോസ് അത് ഭയങ്കരമായിട്ടൊരു പെർഫോമൻസാണ്. സോ ഉർവശി ഇത് കോമഡിയാണ്, പക്ഷേ ആ കോമഡിയെ ഇങ്ങനെ മാസ്ക് ചെയ്തിട്ട് ഒരു വളരെ സട്ടിൽ പെർഫോമൻസാണ്. കോമഡിയാണ്, ബട്ട് ഭയങ്കര നാച്ചുറലാണ് പെർഫോമൻസ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരു പ്രൊഫഷണൽ അല്ല എന്ന്. ബട്ട് ഇത് ചൂസ് ചെയ്യുമ്പോഴും കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യണം. ഓൾസോ കുറച്ച് ഡ്രമാറ്റിക് ആയിപ്പോയി. ദിവ്യ എന്നുള്ള ദിവ്യ തന്നെയാണ് ഇവിടെ.
ഓക്കെ, ആ ക്യാരക്ടർ, ആ പെർഫോമൻസിൻ്റെ സ്പിരിറ്റ് മനസ്സിലായാലാ നിങ്ങൾക്ക്. വളരെ നാച്ചുറലാണ്. പിന്നെ ടൈമിങ്, ഓക്കെ, ആ ടൈമിങ് അധികമൊന്നും നമുക്ക് അതിനെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ലുക്സും ആ കൈയും അതൊന്നും വന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, അതൊക്കെ നല്ല നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നിങ്ങൾ അത് ഓവറായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. സോ അത് നിങ്ങളെ കാണാൻ എനിക്ക് ഐ ഹാഡ് എ പ്രോബ്ലം. ഓക്കെ, സോ ഇത് നിങ്ങൾ എടുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് എടുക്കണം. ബിക്കോസ് ഇത് വലിയ ആർട്ടിസ്റ്റിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. ഓക്കെ, പക്ഷെ എന്നാലും യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. വെരി ഗുഡ്, താങ്ക് യു, വെരി ഗുഡ്, വെരി ഗുഡ്. മുരളിയേട്ടാ? എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് റിഹേഴ്സലിൻ്റെ കുറവാണ്. പിന്നെ ഡയലോഗ് ഡെലിവറി. ഉർവശി വളരെ 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 എന്താ പറയുക, വളരെ ലളിതമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. സോ നാച്ചുറൽ. പിന്നെ ലുക്ക്, അത് ഇപ്പം എനിക്ക് പറഞ്ഞേ പറ്റൂ. അത് ലുക്കിംഗ് എ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സീനിൽ ജയറാമിനെ നോക്കുന്ന ഇവിടെയാണ്. യു ആർ ലുക്കിംഗ് ഡൗൺ അറ്റ് ജയറാം. ജയറാം നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുന്ന ഒരാളെ എങ്ങനെ നോക്കും, ഇരിക്കുന്ന ജയറാമിനെ എങ്ങനെ കാണും? ഇത് കാണണം. ഇത് എന്തുകൊണ്ടാണ് അത് വരാത്തതെന്ന് വെച്ചാൽ മനസ്സിൽ ഈ സംഭവമേ ഇല്ല. പിന്നെ ഇതിൻ്റെ ഫിനിഷിങ്, അത് ഇനി നാളെ മുതൽ ദിവ്യയ്ക്ക് മാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടതാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കൂ. എവിടെയാണ് ഫിനിഷ് ചെയ്ത് വെച്ചാൽ അവിടെ ഇരിക്കും. അവിടെ ഇപ്പോൾ ദിവ്യ ചെയ്തത് എന്താ വെച്ചാൽ കഴിഞ്ഞിട്ട് സാർ കഴിഞ്ഞിട്ടോ എന്നൊരു ലുക്കാണ് നോക്കിയത്. അങ്ങനെ നോക്കരുത്. ജസ്റ്റ് ബി ദെയർ. കയ്യടി വരും, അപ്പോൾ എണീക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഐ ഡോണ്ട് നോ, സാറ് പറഞ്ഞ കമൻസ് എല്ലാം നിങ്ങൾ എല്ലാവരും കേൾക്കുക. ബിക്കോസ് അല്ലെങ്കിൽ എല്ലാ പെർഫോമൻസ് കഴിഞ്ഞിട്ട് വി ആർ സെയിങ് ദ സെയിം ബേസിക് തിങ്സ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാൻ യു ഹാവ് ടു ഗിവ് us എ ചാൻസ്. സെയിം കമൻസ് ആണ് അത് കഴിഞ്ഞിട്ട്. നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ചെയ്യല്ലേ മെക്കാനിക്കൽ. സോ ജസ്റ്റ് ടേക്ക് ഇറ്റ് വൺസ് ആൻഡ് എല്ലാവരും അത് ചെയ്ത് ദെൻ ഗിവ് us എ ചാൻസ് ടു ഗോ ഫോർവേഡ്.